രാവിലെ എണീറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കാൻ പോലും നേരമില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും പിന്നെ വീട് നോക്കുമ്പോൾ പൂരപ്പറമ്പ് പോലെ കിടക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജോലി എടുക്കുന്ന രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്. ഒരു ദിവസം കൊണ്ട് വീട് വെളുപ്പിക്കാൻ നോക്കിയ പിറ്റേന്ന് നടുവിന് ബെൽറ്റും ഇട്ട് കിടക്കുന്ന പരിപാടി ഇനി നമ്മൾക്ക് വേണ്ട. ലോകം മൊത്തം ഹിറ്റായ ഒരു സാധനമുണ്ട്, ഫ്ലൈ ലേഡി സിസ്റ്റം. ദിവസവും വെറും 15 മിനിറ്റ് മതി നമ്മുടെ വീട് എങ്ങനെ എപ്പോഴും അടിപൊളിയായി സൂക്ഷിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അടുക്കളയിലെ സിങ്ക് വൃത്തിയാക്കലാണ്. ബാക്കിയുള്ളത് നമ്മൾക്ക് പിന്നീട് വൃത്തിയാക്കാം. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ സിങ്ക് സോപ്പും സ്ക്രബ്ബറും ഇട്ട് ഉരച്ച് കഴുകി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് അടിപൊളിയാക്കി വെക്കണം. രാവിലെ എഴുന്നേറ്റ് വന്ന് കുടിക്കാൻ വെള്ളം വെക്കാൻ അടുക്കളയിൽ കയറുമ്പോൾ ഈ തിളങ്ങുന്ന സിങ്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, അത് വേറെ തന്നെ ഒരു സന്തോഷമാണ്. ഇനി അടുത്ത കാര്യം എന്തെന്നാൽ, ഈ ജോലിക്ക് പോകുന്നവർക്ക് അവധി ദിവസം രാവിലെ വിചാരിക്കും ഇന്ന് വീട് മുഴുവൻ വൃത്തിയാക്കി വെളുപ്പിക്കണമെന്ന്. പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും ക്ഷീണം പിടിക്കും. പിന്നെ അടുത്ത ഒരു മാസത്തേക്ക് ആ ഭാഗത്തേക്കേ നോക്കില്ല. എന്നാൽ ഫ്ലൈ ലേഡി പറയുന്നത് അതല്ല. ചുമ്മാ ഫോൺ വിളിച്ചിരിക്കാതെ ഫോണിൽ ഒരു 15 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യണം. ആ 15 മിനിറ്റ് കൊണ്ട് പറ്റാവുന്നത്ര പണി വേഗത്തിൽ ചെയ്യുക. ടൈമർ അടിച്ചപ്പോൾ തന്നെ പണി നിർത്തണം. അയ്യോ കുറച്ചുകൂടി ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കരുത്. ബാക്കി നാളെ ചെയ്യാം. മടുപ്പ് വരാതിരിക്കാനുള്ള ബെസ്റ്റ് ഐറ്റമാണിത്. അടുത്തൊരു സംഭവത്തിന് പറയുന്ന പേരാണ് ഹോട്ട്സ്പോട്ട് എന്ന തീപിടുത്തം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ വീട്ടിൽ ചില സ്ഥലങ്ങളുണ്ട്, അതിനെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുറത്തു പോയി വന്നാൽ ബാഗും താക്കോലും ഒക്കെ കൊണ്ടുവയ്ക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അനാവശ്യ പേപ്പറോ ബില്ലുകളോ മേശയിൽ കൊണ്ടുവയ്ക്കുമല്ലോ. പിന്നെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും വന്ന് അതിൻ്റെ മുകളിൽ സാധനങ്ങൾ കൊണ്ടിടും. പിന്നീട് അതൊരു വലിയൊരു കൂനയായിട്ട് മാറും. ദിവസവും രാവിലെയും വൈകുന്നേരവും വെറും 2 മിനിറ്റ് മാറ്റി വെച്ച് ഈ ഹോട്ട്സ്പോട്ട് ക്ലിയർ ചെയ്യുക. തീ പിടിച്ച സ്ഥലത്ത് നിന്ന് ആൾക്കാരെ മാറ്റുന്നത് പോലെ വേഗത്തിൽ സാധനങ്ങൾ അതിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റണം. ഇത് ചെയ്താൽ തന്നെ വീടിൻ്റെ പകുതി വൃത്തികേടും മാറും. അടുത്ത പരിപാടിയാണ് വീടിൻ്റെ 5 കഷ്ണങ്ങളാക്കുക എന്നത്. അതായത് ഓരോ ആഴ്ചയും ഒരൊറ്റ ഭാഗം മാത്രം വൃത്തിയാക്കിയാൽ മതി. അതിനായി ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഞാൻ ആ രീതിയിലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും ഈ ടു ഡു ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് തീരെ മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഈ പ്ലേ സ്റ്റോർ ഉണ്ടല്ലോ, പ്ലേ സ്റ്റോറിൽ നിന്ന് വേണം ഈ പറഞ്ഞ ടു ഡു ലിസ്റ്റ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ തിങ്കൾ മുതലുള്ള ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കാം. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്യുന്നത് വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും ഹാളും വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച ചെയ്യുന്നത് ഹാളിൽ നിന്ന് നേരെ വരുന്ന ബെഡ്റൂം വൃത്തിയാക്കൽ. ബുധനാഴ്ച ആണെങ്കിൽ അടുത്ത ബെഡ്റൂമും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വൃത്തിയാക്കുക. പിന്നെ വ്യാഴാഴ്ച ആണെങ്കിൽ ഡൈനിങ് ഹാളും പിന്നെ ഫ്രിഡ്ജ് കാര്യങ്ങൾ അതൊക്കെ വൃത്തിയാക്കുക. വെള്ളിയാഴ്ച ആണെങ്കിൽ വർക്ക് ഏരിയ മൊത്തമായിട്ട് വൃത്തിയാക്കുക. ശനിയാഴ്ച മുകളിലത്തെ നിലയിലെ ബെഡ്റൂമും വർക്ക് ഏരിയ ഒക്കെ വൃത്തിയാക്കി വെക്കുക. ഇതൊക്കെ ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മൾ ഡെയിലി അടിച്ച് വാരുക, നിലം തുടക്കുക, പിന്നെ അലക്കുക, വാഷിങ്, അങ്ങനെ എല്ലാം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. മുറ്റടിച്ച് വാരുക, അതൊക്കെ അതിൻ്റെ ഓരോ റൊട്ടീൻ പോലെ തന്നെ പോകും. ഇതിപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, പിന്നെ ഇപ്പം ഡീപ്പ് ക്ലീൻ ആയിട്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും ഹാളും തിങ്കളാഴ്ച വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് പിന്നെ അടുത്ത വീക്കിലേക്ക്, നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ആഴ്ച നമുക്ക് മറന്നു പോകാതെ നമ്മൾ ആ ആപ്പിൽ, അതായത് ടു ഡു ലിസ്റ്റ്, TODOLIST അങ്ങനെയാണ് ടു ഡു ലിസ്റ്റ് എന്നുള്ള ആ ആപ്പിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് വരും. അപ്പോൾ നമുക്കത് ഓർമ്മയുണ്ടാവും, ഇന്നത്തെ കാര്യം, ഇന്നത്തെ ദിവസം നമുക്ക് ഇന്നെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെയൊക്കെ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ, ആ ചെയ്ത് പണിയെടുത്ത് കഴിഞ്ഞപ്പാട് ആ ആപ്പിൽ പോയിട്ട് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ളത് അവിടെ ലിസ്റ്റിൽ കാണിക്കും. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനത് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അധികം എന്താ പറയുക, വലിയൊരു ക്ഷീണം തോന്നാത്ത രീതിയിൽ എനിക്ക് വീട്ടിലെ ഈ പണികളും കാര്യങ്ങളും എല്ലാം, എൻ്റെ ഓരോ കാര്യങ്ങളും ഡെയിലി റുട്ടീനും കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായിട്ട് എനിക്കിപ്പം ഒരു മടുപ്പും കൂടാതെ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. താല്പര്യമുള്ളവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടു ഡു ലിസ്റ്റ് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതുപോലെ സെറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന കാര്യമാണ്.
ആ ആഴ്ചയിൽ ദിവസവും നമ്മൾ പറഞ്ഞ ആ ഒരു 15 മിനിറ്റ് മാറ്റിവെച്ച് ഈ ഒരു ഏരിയ മാത്രം ഡീപ് ക്ലീൻ ചെയ്താൽ മതി. 1 മാസം കഴിയുമ്പോൾ വീട് കാണണം, നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും. അടുത്ത ഒരു സംഗതിയാണ് ഫ്ലിംഗ് ബൂഗി. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. എന്നാൽ നമ്മുടെ മലയാളി വീടുകളിലെ ഏറ്റവും വലിയ അസുഖം എന്താണെന്ന് അറിയാമോ? 10-20 കൊല്ലം മുന്നേയുള്ള പഴയ കലണ്ടർ, എഴുതാത്ത പേന, വേണ്ടാത്ത പ്ലാസ്റ്റിക് കുപ്പികൾ, പഴയ തുണികൾ, ഇതൊന്നും നമ്മൾ കളയില്ല. എപ്പോഴെങ്കിലും ഉപയോഗപ്പെടുമെന്ന് വിചാരിച്ചിട്ട് വെക്കും. അതുകൊണ്ടാണ് വീട് എപ്പോഴും മെസ്സായി കിടക്കുന്നത്. ഇതിനുള്ള വഴിയാണ് 27 ഫ്ലിംഗ് ബൂഗി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് വേഗത്തിൽ ഒരു കവർ എടുത്ത് വീടിന് ചുറ്റും ഓടുക. ആവശ്യമില്ലാത്തതോ കളയാനുള്ളതോ ആയ കൃത്യം 27 സാധനങ്ങൾ വേഗത്തിൽ കണ്ടെത്തുക. എന്നിട്ട് ആ കവറിലിട്ട് ദൂരെ കളയുക. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്താൽ വീട്ടിലെ അനാവശ്യ സാധനങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിക്കോളും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വീടിനെ 5 സോണുകളാക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് അടുക്കള ക്ലീൻ ചെയ്യുന്ന ആഴ്ചയാണെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? അടുക്കളയിലെ മൊത്തം പാത്രം താഴെയിട്ട് മസാല കുപ്പികളെയെല്ലാം കഴുകി അന്ന് വേഷം കെട്ടാൻ ഇറങ്ങും. അവസാനം രാത്രിയാവുമ്പോൾ ചായ വെക്കാൻ പോലും മൂടുണ്ടാവില്ല. ഫ്ലൈ ലേഡി സ്റ്റൈലിലാണെങ്കിൽ ഇന്ന് നമ്മൾ അടുക്കളയിലെ ആകെ ഒരു ഷെൽഫ് മാത്രമേ വൃത്തിയാക്കൂ. ടൈമർ 15 മിനിറ്റ് വെക്കുക. ആ ഒരു തട്ടിലെ കുപ്പികൾ മാത്രം തുടച്ച് വൃത്തിയാക്കി വെക്കുക. അടുത്ത ദിവസം അടുത്ത തൊട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത എപ്പോഴാണ് തീരുവാങ്ങ്? മക്കളെ, ദിവസവും ഓരോ ചെറിയ ഭാഗം വീതം വൃത്തിയാക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ അടുക്കള അറിയാതെ തന്നെ തിളങ്ങും. തല പോയിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി അടുത്ത ഐറ്റമാണ് വീക്ക്ലി ഹോം ബെഡിങ്. അതായത് ആഴ്ചയിൽ ഒരിക്കൽ വീടിനെ മൊത്തത്തിലൊന്ന് അനുഗ്രഹിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് കൃത്യം 1 മണിക്കൂർ മാറ്റിവെക്കുക. എന്നിട്ട് താഴെ പറയുന്ന 6 പണികൾ ചെയ്യുക. ഓരോ പണിക്കും കൃത്യം 10 മിനിറ്റ് മാത്രം. ആദ്യത്തെ 10 മിനിറ്റ് വീടിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള പൊടി ഒന്ന് തട്ടുക. അടുത്ത 10 മിനിറ്റ് ബെഡ്ഷീറ്റും തലയണ കവറും ഒക്കെ മാറ്റുക. അടുത്ത 10 മിനിറ്റ് വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരുക. അടുത്ത 10 മിനിറ്റ് ഒരു മോപ്പ് എടുത്ത് വീട് വേഗത്തിലൊന്ന് തുടയ്ക്കുക. അടുത്ത 10 മിനിറ്റ് വീട്ടിലെ എല്ലാ വേസ്റ്റ് ബിന്നുകളും കാലിയാക്കുക. അവസാനത്തെ 10 മിനിറ്റ് കണ്ണാടികളും ജനൽ ചില്ലുകളും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക. ഇവിടെ ഒരു രഹസ്യമുണ്ട്. പെർഫെക്റ്റ് ആക്കാൻ നിൽക്കരുത്. ദാ ഇപ്പം വരാ എന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ ചെയ്തു തീർക്കണം. ആഴ്ചയിൽ ഒരിക്കൽ ഈ 1 മണിക്കൂർ മാറ്റി വെച്ചാൽ ഞായറാഴ്ചകളിൽ നമുക്ക് സുഖമായി കിടന്നുറങ്ങാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പണികളൊക്കെ നമ്മൾ മാത്രം എടുത്താൽ മതിയോ? പറ്റില്ല. വീട്ടിലുള്ള ബാക്കി ആൾക്കാരെ കൂടി ഇതിൽ പങ്കാളികളാക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികളെയും കെട്ടിയോനെയും. അതിനൊരു വഴിയുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന ഒരു 15 മിനിറ്റ് കളി അവരെയും കൂടി കാണിച്ചു കൊടുക്കുക. കുട്ടികളോട് പറയുക, ദാ ഈ ടൈമർ അടിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ആ ബോക്സിലിട്ടാൽ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന്. കെട്ടിയോനോട് പറയുക, നിങ്ങൾ ഈ ഹോട്ട്സ്പോട്ടിലുള്ള പേപ്പറുകളൊക്കെ ഒന്ന് മാറ്റിത്തന്നാൽ വൈകുന്നേരം നല്ല ഉന്നക്കായി ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ ചെയ്താൽ അവരും കൂടെ കൂടും. പണി പകുതിയായി കുറയും ചെയ്യും. അപ്പോൾ ഇതാണ് മക്കളെ ഫ്ലൈ ലേഡി സിസ്റ്റം. ഇതിന് ഒരൊറ്റ മന്ത്രം മാത്രമേ ഉള്ളൂ: പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ. അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആക്കാൻ നോക്കണ്ട. ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഇന്ന് രാത്രി തന്നെ നമ്മുടെ അടുക്കളയിലെ സിങ്ക് ക്ലീൻ ചെയ്ത് കൊണ്ട് നമുക്കിത് തുടങ്ങാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.